നമ്മൾ മറന്നു പോകുന്നടോ, പലതും നമ്മൾ മറന്നു പോകുന്നടോ. എന്റെ പ്രിയപ്പെട്ടവരെ, കണ്ടാ പഠിക്കുന്നില്ല. ഇന്നലെ വയനാടായിരുന്നു വാഴ്. ഇന്ന് രാവിലെ പടച്ചവനെ ഉച്ച സമയമായപ്പോ എന്നോട് പറഞ്ഞ ഉസ്താദേ, ഇവിടെ അടുത്താണ് ദുരന്തമുണ്ടായത്, ഉരുൾപൊട്ടലുണ്ടായത് ഇവിടെ പരിസരത്താണ്, ഒന്ന് പോയി കാണാം ഉസ്താദ്. എന്റെ പ്രിയ സുഹൃത്ത് ഷഹീർ ബദരി എന്നെ വിളിച്ചുകൊണ്ട് പോയി. സഹോദരാ, ആദ്യമായിട്ട് കടന്നു ചെന്നത് ഒരു ഖബർസ്ഥാനിലാണ്. ഒരു ഖബർസ്ഥാൻ കണ്ട സഹോദരാ, മീസാൻ കല്ലുകൾ വെച്ചിട്ടുണ്ട്. സാധാരണ മീസാൻ കല്ലുകളിൽ മുസ്ലിമീങ്ങളുടെ പേര് മാത്രമേ ഉള്ളൂ. എന്നാ പടച്ചവനെ ഇങ്ങനെ ഖബറുകൾ നിരക്കി വെച്ചിരിക്കുന്നു. മീസാൻ കല്ലിൽ നോക്കുമ്പോ മുസ്ലിമീങ്ങളുടെ പേരുണ്ട്, അമുസ്ലിമീങ്ങളുടെ പേരുണ്ട്. അല്ലാഹുവേ, പിന്നെ ചില ഖബറുകളിൽ പേരില്ല. കാരണം DNA ടെസ്റ്റിന്റെ റിസൾട്ട് വരാ കാത്തിരിക്കുകയാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരാ, ഞാൻ ചുമ്മാതെ ഇങ്ങനെ ഒന്ന് നടന്നു നോക്കി. ചെറുപ്പക്കാരാ, ആ ഖബർസ്ഥാനിലൂടെ ഇങ്ങനെ ചെറുതായിട്ടൊന്ന് നടന്നു നോക്കുമ്പോ അതാ വെച്ചിരിക്കുന്ന ഒരു മീസാൻ കല്ല് വലുപ്പം കൂടിയതാണ്. ഒരു മീസാൻ കല്ലിന് വല്ലാത്ത വലുപ്പം കൂടുതല്. പടച്ചറപ്പേ, ഞാൻ അതിന്റെ മുമ്പിലേക്ക് ചെന്ന് നോക്കുമ്പോ ആ മീസാൻ കല്ലില് മൂന്ന് കുട്ടികളുടെ ഫോട്ടോ വെച്ചിരിക്കുകയാ. ഒരു കുടുംബത്തിലെ 3 മക്കൾ, ഒരു കുടുംബത്തിലെ ഒരമ്മയുടെ 3 മക്കൾ. ആ 3 കുട്ടികളുടെയും ഫോട്ടോ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അതിന്റെ മുമ്പിലാണെങ്കിൽ ഡയറി മിൽക്ക് എന്ന് പറയുന്ന 3 മുട്ടായി ആ മക്കളുടെ ഫോട്ടോയുടെ താഴെ വെച്ചിട്ടുണ്ട്. ഒരു കുടുംബത്തിലെ 3 മക്കൾ. പെട്ടെന്ന് എന്റെ മക്കളെ എനിക്ക് ഓർമ്മ വന്നു. എന്റെ സിനാനിനെയും എന്റെ നഈമിനെയും എന്റെ നുഅ്മാനിനെയും എനിക്ക് ഓർമ്മ വന്നു. 3 ചെറിയ മക്കൾ കളിച്ച് ചിരിച്ച് നടന്നവരാണ്. തൊട്ടടുത്തവരുടെ അമ്മയുടെ ഖബർ. സഹോദരാ, അല്ലാഹ് ചെയ്ത നിഅമത്ത് എന്തെന്നറിയോ? അവിടെ നിന്നും ഇവിടെ നിന്നും എല്ലാ ശരീരഭാഗങ്ങൾ കിട്ടിയപ്പോ കൊണ്ടുവന്നൊരു ഖബറിനകത്ത് ഇങ്ങനെ അടക്കുകയാണ്. ആ കുട്ടികളുടെ ആ 3 പേരുടെയും ശരീരഭാഗം ഒരു ഖബറിനകത്താണ് കിട്ടിയത്. പടച്ചവനെ, തൊട്ടടുത്തവരുടെ അമ്മയുടെ ഖബർ. സഹോദരാ, എന്തെല്ലാം സ്വപ്നങ്ങളായിരുന്നു. ഉസ്താദേ, ഇനിയും ഒരുപാട് ജനാസ കിട്ടാനുണ്ട്. അവസാനം ദുരന്തം നടന്ന സ്ഥലത്ത് ചെല്ലുമ്പോ സുബ്ഹാനല്ലാഹ്, പറ്റാത്ത ഒരു കാഴ്ചയാടോ. വലിയ വലിയ പാറകൾ ഇങ്ങനെ വന്ന് കിടക്കുകയാണ്. അമ്പലങ്ങൾ തകർന്നിട്ടുണ്ട്, പള്ളികൾ തകർന്നിട്ടുണ്ട്. ഓരോ മനുഷ്യനും കെട്ടിപ്പൊട്ടിയ വീടുകളെല്ലാം തകർന്ന് തരിപ്പണമായിരിക്കുകയാ. ഒറ്റ രാത്രി കൊണ്ടെല്ലാം തീർന്നില്ലേ? ഒറ്റ രാത്രി കൊണ്ട് എല്ലാം ഉണ്ടായിരുന്നവർ പടച്ചവനെ ഒന്നുമില്ലാതെ വാടക വീടിനകത്ത് പോയി കിടക്കുന്നൊരവസ്ഥയിലേക്ക് വന്നില്ലേ? ഉടപ്പറപ്പുകളെ നഷ്ടപ്പെട്ടു പോയവരില്ലേ? അല്ലാഹുവേ, മരിച്ചവർക്ക് ഷഹീദിന്റെ കൂലി കൊടുക്കണേ അല്ലാ, സമാധാനം കൊടുക്കണേ അല്ലാ. നഷ്ടപ്പെട്ടു പോയവർക്ക് ഒരു വഴി തുറന്നു കൊടുക്കണേ പടച്ചവനെ. നീ കരുണ കാണിക്കണേ തമ്പുരാനെ. എന്റെ പ്രിയപ്പെട്ടവരെ, നമുക്കല്ല ചെയ്ത നിഅമത്ത് ചിന്തിക്കാത്തതെന്താ? നിങ്ങളുടെ പരിസരത്തല്ലേ അവിടത്തെ ജനാസകളെ പോലും ഒഴുകി വന്നത്? നിങ്ങളുടെ പരിസരത്തല്ലേ? ഞാൻ ചോദിച്ചു, എന്നും എഴുതിയിരിക്കുന്നതെന്താ? അവര് പറഞ്ഞു, ഉസ്താദേ, നിലമ്പൂരിൽ നിന്ന് കിട്ടിയ ജനാസയാണ് എന്നെന്ന് എഴുതി വച്ചിരിക്കുന്നത്. സഹോദരാ, ഇതൊക്കെ നമ്മൾ കണ്ടവരാണ്. പക്ഷേ നമ്മൾ പാഠം ഉൾക്കൊള്ളുന്നില്ലടോ. അല്ലാഹു ചെയ്ത നിഅമത്തുകളെ മറന്നു പോവുകയാണ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാ, ഈ ഉസ്താദന്മാരിങ്ങനെ ഒരു പരിപാടി വെച്ചിരിക്കുന്നത് പടച്ചവരെ പാവങ്ങൾക്ക് വേണ്ടിയാണോ? ആരാരുമില്ലാത്തവർക്കൊരു താങ്ങാകാനാണ്. ബക്കറ്റുമായി നിങ്ങളുടെ മുമ്പിലേക്ക് കടന്നു വരികയാ. അല്ലാഹു നിങ്ങൾക്ക് ചെയ്ത നിഅമത്ത് ചിന്തിക്ക്. ഈ പിരിവെടുക്കുന്നത് ഇവർക്കല്ലടോ. ഇവരുടെ കൂട്ടത്തിലുള്ള പാവപ്പെട്ട ഉസ്താദന്മാരില്ലേ? രോഗികളായി കിടക്കുന്നവരില്ലേ? വാടക വീട്ടിൽ കിടക്കുന്നവരില്ലേ? പെൺമക്കളെ കെട്ടിച്ചു കൊടുക്കാൻ ഗതിയില്ലാത്തവരില്ലേ? ആ പാവങ്ങൾക്കൊരു സഹായത്തിന് വേണ്ടി നിങ്ങളുടെ മുമ്പിലേക്ക് ബക്കറ്റുമായി കടന്നു വരികയാ. സഹോദരാ, ഒരുപാട് നന്മകൾ ചെയ്യുന്നവരാണ്. നിങ്ങളെ കൊണ്ട് കഴിയുന്നത് കൊടുക്കൂ. അല്ലാഹുവോട് പറയേണ്ടത് എന്തെന്നറിയോ? അല്ലാഹുവോട് പറയേണ്ടത് എന്തെന്നറിയോ? അല്ലാഹുവേ, ഏതെങ്കിലും മാരകമായ രോഗത്തിന്റെ അണുക്കള് ഞങ്ങളുടെ ശരീരത്തിലുണ്ടെങ്കിൽ ഈ സദഖയുടെ ബറക്കത്ത് കൊണ്ട് കരിച്ചു കളയണേ അല്ലാഹ്.
എന്റെ രോഗങ്ങൾ കരിച്ചു കളയണേ അല്ലാ. കാരണം നബിതങ്ങൾ പറഞ്ഞിടൂ, അല്ലാഹുവിന് ചില അടിമകളുണ്ട്, അല്ലാഹുവിന് ചില അടിമകളുണ്ട്. ആ അടിമകൾക്ക് രോഗം വന്നാ അവര് സദഖ കൊടുത്ത് ചികിത്സിക്കുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, അവർക്ക് രോഗം വന്നാ അവര് സദഖ കൊടുക്കുമടോ. അതുകൊണ്ടാണ് ക്യാൻസറിന്റെ ടെസ്റ്റിന് പറയുമ്പോ പടച്ചവനെ സർജറിക്ക് കൊണ്ടുപോകുമ്പോ നമ്മൾ സദഖ കൊടുക്കുന്നത് എന്തിനാണ്? എന്തിനാ സഹോദരാ സദഖ കൊടുക്കുന്നത്? ഉസ്താദേ എന്റെ വാപ്പ ഐസിയുവിലാണ്, ദുആ ചെയ്യണേ ഉസ്താദേ, ടെസ്റ്റിന് അയച്ചിരിക്കുകയാണ്, റിസൾട്ട് വരുമ്പോ അല്ലാഹ് വേദനിപ്പിക്കുന്ന ഒരു വാർത്ത കേൾക്കല്ലോ ഉസ്താദ്. ഞാനിതാ പള്ളിക്ക് തരികയാ, പാവങ്ങൾക്ക് തരികയാ, സ്ഥാപനങ്ങൾക്ക് തരികയാ. സദഖ കൊടുത്താൽ രോഗങ്ങൾ മാറുമടോ, രോഗങ്ങൾ മാറുമടോ. അതുകൊണ്ട് നമ്മുടെ ശരീരത്തിൽ ഏതെങ്കിലും മാരകമായ രോഗത്തിന്റെ അണുക്കളുണ്ടോ എന്ന് നമുക്കറിയില്ല. പടച്ചവനെ നബിതങ്ങൾ പറഞ്ഞല്ലോ, അസ്സദഖത്തു റദ്ദുൽ ബലാ, സദഖ വിപത്തുകളെ തട്ടിമാറ്റുമെന്ന്, സദഖ വിപത്തുകളെ തട്ടിമാറ്റുമെന്ന്. അതുകൊണ്ട് സംഘാടകർ നിങ്ങളുടെ മുമ്പിലേക്ക് കടന്നു വരികയാണ്. മനസ്സറിഞ്ഞുകൊണ്ടൊരു സദഖ എടുക്ക്. അല്ലാഹുവേ എനിക്ക് ക്യാൻസർ തരല്ലേ അല്ലാ, ട്യൂമർ തരല്ലേ അല്ലാ, ക്യാൻസർ തരല്ലേ അല്ലാ, സ്ട്രോക്ക് തരല്ലേ അല്ലാ, ശരീരം തളർത്തല്ലേ അല്ലാ, കൈകാലുകൾ മുറിച്ചു മാറ്റുന്ന രോഗങ്ങൾ തരല്ലേ അല്ലാ, മക്കളെ പോലെ തിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥയിൽ എന്നെ കടത്തിക്കളയല്ലേ അല്ലാ. സംഘാടകർ ബക്കറ്റുമായി കടന്നു വരികയാ. മനസ്സറിഞ്ഞുകൊണ്ടൊരു സദഖ എടുക്കൂ, മനസ്സറിഞ്ഞുകൊണ്ടൊരു സദഖ എടുക്കൂ. അല്ലാഹുവേ സദഖ നൽകാനുള്ള മനസ്സ് നൽകണേ അല്ലാ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം. എല്ലാവരുടെ മുമ്പിലേക്ക് പോക്കറ്റുമായിട്ട് എല്ലാവരും പോക്കറ്റ് കൈവച്ച് ഒന്ന് പോക്കറ്റ് കൈവകാക്ക. ആ പോക്കറ്റ് കാലിയാകാതിരിക്കാനാ. എടോ ഈ നിങ്ങൾ എല്ലാരും ഒന്ന് തലമുകളിലേക്ക് നോക്കിക്കേ, ഒന്ന് മുകളിലൊക്കെ നോക്ക്, തലയുടെ മുകളിൽ നോക്കുക. നോക്കിയോ? എന്തെങ്കിലും കാണുന്നുണ്ടോ? ഒന്നും കാണുന്നില്ല. എന്നാ കണ്ണ് തുറന്നു നോക്ക്, ഒരു മലക്ക് നിൽക്കുന്നുണ്ട്. നബിതങ്ങൾ പറഞ്ഞ ഹദീസ, നിങ്ങളുടെ തലയുടെ മുകളിൽ ഒരു മലക്ക് നിൽക്കുന്നുണ്ട്. ഈ ബക്കറ്റ് നിങ്ങളുടെ മുമ്പിലേക്ക് വരുമ്പോ അള്ളാഹു തന്നതിൽ നിന്ന് എന്തെങ്കിലും എടുത്ത് നീ ആ ബക്കറ്റിന്റെ അകത്തിട്ടാൽ ആ തലയുടെ മുകളിൽ നിൽക്കുന്ന മലക്ക് പറയും, ഉള്ളതിൽ പങ്കു കൊടുത്തു പടച്ചവനെ, നീ ബർക്കത്ത് ചെയ്യണേ അല്ലാ, നീ രക്ഷപ്പെട്ടു സഹോദര, നീ രക്ഷപ്പെട്ടു സഹോദര. എന്നാ നിന്റെ കയ്യിൽ ഉണ്ടായിട്ട് നീ ഇങ്ങനെ പൊട്ടം കളിച്ച അപ്പൊ മലക്ക് പറയും, പടച്ചവനെ നീ കൊടുത്തിട്ടും ഇവൻ പിടിച്ചു വെച്ചു, ഇവൻ പിടിച്ചു വെച്ചതുപോലെ നീയും പിടിച്ചു വെക്കണേ അല്ലാ. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ, അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് എല്ലാവരും ഒരു നല്ല സദഖ എടുക്കുക അൽഹംദുലില്ലാഹ്. എന്നിട്ട് മനസ്സറിഞ്ഞു കൊടുക്കുക. അള്ളാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് 3 സ്വലാത്ത് സ്വല്ലല്ലാഹു ഒരാളെ ഉള്ളോ? 100 കോട്ടൊക്കെ ഇട്ട് ഞങ്ങാതി കയറിക്കോ ഇൻഷാ അല്ലാഹ്. ബക്കറ്റ് കൊടുത്താൽ മതി, അവര് തന്നോളൂ. അള്ളാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. അള്ളാഹു രണ്ടാമതായി പറയുകയാ, നിങ്ങൾ എനിക്ക് നന്ദി കാണിച്ച ഞാൻ നിനക്ക് അധികരിപ്പിച്ചു തരും. അള്ളാഹു നമുക്ക് അധികരിപ്പിച്ചു തരുമാറാകട്ടെ. 3 അള്ളാഹു പറയുകയാ മൂന്നാമതായിട്ട്. അള്ളാഹുവിന്റെ മൂന്നാമത്തെ വാഗ്ദാനം എന്താ? അള്ളാഹു പറയുകയാണ്, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അള്ളാഹു മൂന്നാമതായി പറയുകയാ, അള്ളാഹു പറയുന്നു, നിങ്ങൾ എന്നോട് ദുആ ചെയ്താ അള്ളാഹു പറയുന്നു, ഞാൻ നിന്റെ ദുആയിക്ക് ഇജാബത്ത് തരാ. അല്ലാഹു പറയുന്നു, നീ എന്നോട് ചോദിച്ചാ ഞാൻ നിനക്ക് ഉത്തരം തരാ.
വഇദാ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബ് ഉജീബു ദഅവത്തദ് ദാഇ ഇദാ ദഅാനി. അല്ലാഹു പറയുന്നു, നീ എന്നോട് ചോദിക്കും നിനക്ക് എന്താ വേണ്ടത്? ഏ സഹോദരാ, നിനക്ക് എന്താണ് വേണ്ടത്? അല്ലാഹു പറയുന്നു, ഞാൻ നിന്റെ ഏറ്റവും അടുത്ത് നിന്റെ അടുക്കലുണ്ട്. നീ എന്ത് ചോദിച്ചാലും നിനക്ക് ഞാൻ തരാ. നീ എന്ത് ചോദിച്ചാലും നിനക്ക് ഞാൻ ഉത്തരം തരാമെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറയുന്നു, നിനക്ക് വേണ്ടത് നീ എന്നോട് ചോദിക്ക്. എന്നോട് ചോദിച്ചാൽ നിനക്ക് ഞാൻ ഉത്തരം തരും. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. ഉറക്കെ പറ, അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. അല്ലാഹ് എന്താ പറഞ്ഞേ? നിനക്ക് എന്താ വേണ്ടത്? എന്നോട് ചോദിക്ക്, ഞാൻ തരാം. നിനക്ക് വീട് വേണോ? നിനക്ക് മക്കളെ വേണോ? നിനക്ക് സമ്പത്ത് വേണോ? നിനക്ക് ആരോഗ്യം വേണോ? നിനക്ക് എന്താ വേണ്ടത്? നീ എന്നോട് ചോദിക്ക്. നീ എന്ത് ചോദിച്ചാലും ഞാൻ തരാം. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. ഉറക്കെ പറ, അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. അപ്പൊ നിങ്ങൾ ചോദിക്കുക, എന്റെ പൊന്നാര സിറാജ്, എന്നിട്ട് എന്തേ എനിക്ക് അല്ലാഹു വീട് തരാത്തെ? എനിക്ക് അല്ലാഹു മക്കളെ തരാത്തത് എന്താ? എന്റെ അല്ലാഹു എന്റെ കച്ചവടം ഒന്നും നേരെയാകാത്തത് എന്താ? ഉസ്താദ്, എന്റെ രോഗം മാറാത്തത് എന്താ? ഇത് നമ്മുടെ ഒരു പ്രയാസം, നമ്മുടെ ബേജാറ് ഇതാ. എടാ, അള്ളാഹിനോട് ഒരു മനുഷ്യന് എന്ത് ചോദിച്ചാലും അല്ലാഹു കൊടുക്കും. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. ഉറക്കെ പറ, അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. അല്ലാഹു ചോദിച്ചാൽ തരുവോ? അല്ലാഹു ചോദിച്ചാൽ തരുവോ? എന്നിട്ട് നിങ്ങൾക്ക് എന്താ കിട്ടാത്ത? അല്ലാഹു പറഞ്ഞത് എന്നോട് ചോദിച്ചാൽ ഞാൻ തരാന്നാ പറഞ്ഞ. അല്ലാഹു പറ്റിക്കോ? പറ കാക്ക, അല്ലാഹു പറഞ്ഞു പറ്റിക്കോ? അല്ലാഹു പറഞ്ഞത് എന്നോട് ചോദിച്ചാൽ ഞാൻ തരാമെന്ന. അപ്പൊ നീ ചോദിക്കുക, എന്തേ സിറാജ് എനിക്ക് കിട്ടാത്തതിന്റെ കാരണം നീ ചോദിക്കേണ്ടതുപോലെ ചോദിക്കുന്നില്ല, അത്രയേ ഉള്ളൂ. നീ ചോദിക്കുന്നത് കേട്ടാലല്ലേ തരാൻ പറ്റുന്നത്, അല്ലേ? പറയടോ, നിങ്ങൾ ചോദിക്കുന്നത് അല്ലാഹു കേട്ടാലല്ലേ തരാൻ പറ്റൂ. നീ ചോദിക്കുന്നത് അല്ലാഹു കേൾക്കണ്ടേ? എവിടെ കേൾക്കാനല്ലേ? നമ്മൾ ചോദിക്കുന്ന അവസ്ഥ പറയാതിരിക്കല നല്ലത്. നമ്മൾ ചോദിക്കുന്ന അവസ്ഥയെ കുറിച്ച് പറയാതിരിക്കല ഏറ്റവും നല്ലത്. നമ്മുടെ പള്ളിയിലെ ഖത്തീബ് നിസ്കരിച്ചിട്ട് ദുആ ചെയ്യും. നിസ്കാരം കഴിഞ്ഞ് ദുആ ചെയ്താൽ അല്ലാഹു സ്വീകരിക്കുവോ? അല്ലാഹു സ്വീകരിക്കുവോ? നിങ്ങൾ എന്നെ നോക്കടോ, സ്വീകരിക്കുവോ? എന്നിട്ട് നിങ്ങൾ എത്ര പേര് ആമീൻ പറയുന്നേ? പള്ളിയിലെ ഉസ്താദ് ദുആ ചെയ്യുമ്പോ കൈ നേരെ പിടിക്കണ എത്ര പേരുണ്ട്? ഇല്ല. സദ്യ ഉണ്ണാനിരിക്കല്ലേ ഇങ്ങനെ കൈപോലെ ഇങ്ങനെ ഇട്ടിരിക്ക, തളർന്നു കിടക്കാൻ. നീ അല്ലാഹു നിന്റെ ആഫിയത്തും ദീർഘായുസ്സും നൽകുമാറാകട്ടെ. ഇവിടെ ദുആ ചെയ്യുന്ന സമയത്ത് പോലും നമ്മൾ നേരെ ഒന്ന് കൈനീട്ടി റബ്ബിനോട് ചോദിക്കാറില്ല. നിനക്ക് ദുആ ചെയ്യേണ്ടത് എങ്ങനെയാണെന്നറിയാവോ? ചുമ്മാതെ കടന്ന് ഷോ കാണിച്ചിട്ട് കാര്യമൊന്നുമില്ല. ചുമ്മാതെ കടന്ന് ഷോ കാണിച്ചിട്ടൊന്നും കാര്യമില്ല. ചോദിക്കേണ്ടതുപോലെ ചോദിച്ച അല്ലാഹു നിനക്ക് വേണ്ടത് തരും. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. ദുആ ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞു തരട്ടെ. ദുആ ചെയ്യേണ്ടത് എങ്ങനെയാണെന്നറിയോ? ചുമ്മാതെ കടന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ദുആ ചെയ്യേണ്ടത് എങ്ങനെയാ? എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങൾ കടൽ കാണാൻ പോത്ത്. മലപ്പുറം ജില്ലയിൽ എവിടെ അപ്പൊ കടലുണ്ട്? പരപ്പനങ്ങാടി എവിടെ കിടക്കണം ഉസ്താദേ? പൊന്നാനി പോണ കടല് കാണണമെങ്കിൽ എവിടെ പോണം? ആ കടപ്പുറത്ത് പോണം. അങ്ങനെ ഇരിക്കട്ടെ. ആ കടപ്പുറത്ത് പോയിട്ട് തിരമാല ഇങ്ങനെ അടിച്ചു വരുമ്പോ നിങ്ങൾ ആരെങ്കിലും അടുത്തു പോവോ? പേടിയാ നമുക്ക്. കാരണം എന്തേ? അതിനകത്ത് പോയാൽ രക്ഷപ്പെടില്ല. കടലിന്റെ തിരമാല പോലും നമുക്ക് പേടിയാ. നമ്മൾ മാറി നിൽക്കും. കാരണം എന്താ? ജീവൻ നഷ്ടപ്പെട്ടു പോകും. നിങ്ങൾ ആരെങ്കിലും കടലിൽ പോയിട്ടുണ്ടോ? കടലിന്റെ നടുക്ക് പോയിട്ടുണ്ടോ? ഞാൻ പോയിട്ടുണ്ടോ കടലിൽ മീൻ പിടിക്കാൻ? ഞാനൊരിക്കൽ താനൂര് പോയപ്പോ ചങ്ങായിമാരെല്ലാം കൂടെ ബോട്ടും കൊണ്ട് മീൻ പിടിക്കാൻ പോയപ്പോ വലിയ ഓളത്തിൽ ചാടി അങ്ങ് കയറി. അറിയില്ലല്ലോ. ബോട്ടിനകത്ത് ചാടിക്കേറി മീൻ പിടിക്കാൻ പോയി. കുറച്ചങ്ങോട്ട് പോയപ്പോ കയ്യും കാലും വിറയ്ക്കാൻ തുടങ്ങി. മുകളിൽ ആകാശം, 4 ഭാഗത്ത് വെള്ളം, ഒന്നും കാണുന്നില്ല. വല്ലാത്തൊരു. ഞാൻ ചോദിച്ചു, കാക്ക കര എങ്ങനെ കണ്ടുപിടിക്കണേന്ന് ചോദിച്ചു. പേടിച്ചിട്ട്. എന്റെ പ്രിയ അല്ലാഹുവർക്കൊക്കെ ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. എന്റെ ഏറ്റവും കൂടുതൽ സുഹൃത്തുക്കൾ, ഞാൻ കടലിൽ ഇപ്പൊ പോയാലും മീൻ പിടിക്കാൻ പോയി. ഇപ്പൊ ശീലമായി പോയി. ഇപ്പൊ ബോട്ട് ഉദ്ഘാടനത്തിന് എന്നെ വിളിക്കാറ് അധികം പേർ. അപ്പൊ ഇങ്ങനെ ഞാൻ ചോദിച്ചിക്ക, ഇവിടെ എത്ര ആഴം കാണുമെന്ന് വെച്ച്. അപ്പൊ ആ ബോട്ട് ഓടിക്കണ ചങ്ങായി പറഞ്ഞു, സാർ നമ്മുടെ നാട്ടിലെ തെങ്ങില്ലേ, അത്രത്തോളം ആഴമുണ്ട്. ഇവിടെ പോകുന്തോറും ആഴം കൂടും. ഇവിടെ ഒരാള് നടുകടലിൽ വീണ രക്ഷപ്പെടുവോ? എത്ര നീന്തൽ അറിയുന്ന ചങ്ങാതിയാണെങ്കിലും നടുകടലിൽ വീഴാൻ രക്ഷപ്പെടാൻ വല്ല വഴിയുണ്ടോ? ശതമാനം വളരെ കുറവാണ്.
നടുകടലിൽ വീണ ഒരു മനുഷ്യൻ രക്ഷപ്പെടാൻ സാധ്യത വളരെ കുറവാണ്. അതങ്ങനെ വീണ മരിച്ചു പോകും. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കടലിലെ ഏറ്റവും ആഴമുള്ള സ്ഥലത്ത് ജീവിക്കുന്ന മീനാണ് തിമിംഗലം. ഞാൻ ലക്ഷദ്വീപിൽ വഴുതിന് പോയി. അപ്പൊ മ്യൂസിയത്തിൽ കൊണ്ടുപോയപ്പോ ഒരു മീനിന്റെ തലയും മുള്ളുണ്ട്. എന്നോട് പറഞ്ഞു, ഉസ്താദ് തിമിംഗലവാ, ചെറുതാണ്, ഈ കാണുന്ന പന്തലിന്റെ നീളമുണ്ട്, അതിന് ഈ കാണുന്ന പന്തലിന്റെ നീളമുണ്ട്. ഞാൻ ഇങ്ങനെ നടന്നൊരു ടൂറിസ്റ്റ് ബസിന്റെ നീളമുണ്ട് അതിന്. എന്നിട്ട് പറയാ ചെറുതാണ്. അപ്പൊ വലുതെന്തായിരിക്കും? അത് കടലിലെ തിമിംഗലം മീനുകളിലെ ഏറ്റവും വലിയ മീനാ. ഈ തിമിംഗലം എന്ന് പറയുന്ന മീൻ ഒരു മനുഷ്യനെ വിഴുങ്ങിയ അവൻ രക്ഷപ്പെടുവോ? പറകാക്കാമാരെ രക്ഷപ്പെടുവോ? എവിടെ? നടുകടലിൽ ഏറ്റവും ആഴമുള്ള സ്ഥലത്ത് ജീവിക്കുന്ന കടലിലെ ഏറ്റവും വലിയ മീനായ തിമിംഗലം ഒരു മനുഷ്യനെ വിഴുങ്ങിയാൽ ആ മനുഷ്യൻ നിന്റെ ബുദ്ധി കൊണ്ട് പറ, 1% രക്ഷപ്പെടാൻ സാധ്യതയുണ്ടോ? ഇല്ല. എന്നാൽ അങ്ങനെ നടുകടലിൽ തിമിംഗലം എന്ന് പറയുന്ന മീനിന്റെ വയറിനകത്ത് ഒരു പ്രവാചകൻ പെട്ടു. മഹാനായ യൂനുസ് നബി അലൈഹിസ്സലാം. ആ യൂനുസ് എന്ന് പറയുന്ന പ്രവാചകന് കടലിലേക്ക് വലിച്ചെറിയപ്പെട്ടു. തിമിംഗലം എന്ന് പറയുന്ന മീൻ വന്ന് വിഴുങ്ങുകയാണ്. കടലിനടിയിലേക്ക് പോയി യൂനുസ് നബി അലൈഹിസ്സലാം ആ മീനിന്റെ വയറിനകത്ത് കിടക്കുകയാ. സഹോദരാ, രക്ഷപ്പെടാൻ വഴിയില്ല, രക്ഷപ്പെടാൻ ഒരു സാധ്യതയുമില്ല. പടച്ചവനെ, യൂനുസ് നബി അലൈഹിസ്സലാം ആ മീനിന്റെ വയറിനകത്ത് കിടന്നിട്ട് അവിടെ നിന്ന് വിളിക്കുകയാണ്, അവിടെ നിന്ന് ദുആ ചെയ്യുകയാണ്. വനദാ ഫിൽ ദുലുമാത് അല്ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനല്ലാലിമീൻ. എവിടെ കിടന്നാണെന്നറിയുമോ മോനെ? ടൈറ്റാനിക് കാണാൻ പോയവരുടെ അവസ്ഥ നിനക്കറിയുമല്ലോ. കോടികൾ ചെലവഴിച്ചു പോയവർ. എടോ, കടലിനടിത്തട്ടിൽ വല്ലാത്ത ഇരുട്ടാണ്. പിന്നെ മീനിന്റെ വയറിനകത്തും ഇരുട്ടാണ്. ആ ഇരുട്ടിനകത്ത് കിടന്നിട്ട് യൂനുസ് എന്ന് പറയുന്ന പ്രവാചകന് എല്ലാ വഴികളും അടഞ്ഞു. 1% പോലും രക്ഷപ്പെടാൻ സാധ്യതയില്ല. അപ്പോഴാണ് മീനിന്റെ വയറിനകത്ത് കിടന്നിട്ട് യൂനുസ് നബി വിളിക്കുന്നു, വനദാ ഫിൽ ദുലുമാത്. അല്ലാഹുവിനോട് പറയുന്നു, അല്ലാ നിനക്ക് കഴിയും തമ്പുരാനെ, എവിടെ കിടന്നാലും രക്ഷപ്പെടുത്താ നിനക്ക് കഴിയുമല്ലാ. എന്നെ രക്ഷപ്പെടുത്തണേ അല്ലാ, എന്നെ രക്ഷപ്പെടുത്തണേ അല്ലാ. യൂനുസ് നബി ആ മീനിന്റെ വയറിനകത്ത് കിടന്ന് വിളിക്കുകയാണ്. സഹോദരാ, അല്ലാഹു തന്നെ പറയുകയാ, ലലബിസ ഫീ ബത്നിഹി ഇലാ യൗമി യുബഅസൂൻ. യൂനുസ് അങ്ങനെ ദുആ ചെയ്തില്ലായിരുന്നെങ്കിൽ ഖിയാമത്ത് നാൾ വരെ ആ മീനിന്റെ വയറിനകത്ത് കിടക്കേണ്ടി വരുമായിരുന്നു. ആ ദുആ ചെയ്തത് കൊണ്ടാണ് പടച്ചവനെ ദിവസങ്ങൾ കഴിഞ്ഞപ്പോ, ആഴ്ചകൾ കഴിഞ്ഞപ്പോ ഒരു പോറൽ പോലും പറ്റാതെ അല്ലാഹു സുബ്ഹാനഹു വ തആല യൂനുസ് എന്ന് പറയുന്ന പ്രവാചകന് ആ മീന് കരയിലേക്ക് കൊണ്ടുവന്ന ജീവനോടെ തിരിച്ചു തന്നെന്ന ചരിത്രം പറയുമ്പോ ഇത് അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞ ചരിത്രമാ മോനെ. ആ യൂനുസ് നബിയുടെ ഖബർ ഞാനും പോയി കണ്ടവനാ. എന്റെ സഹോദരാ, എഴുതി വെച്ചിട്ടുണ്ടോ ആ യൂനുസ് നബിയെ ഏത് സ്ഥലത്താണ് കൊണ്ടുവന്നിട്ടതെന്ന് വരെ കാണിച്ചു തന്നിട്ടുണ്ട്. ഇന്ന് അവിടെ ഒരു ബീച്ചാണ്, ഇന്ന് ആ സ്ഥലം ഒരു ബീച്ചാണ്. സഹോദരാ, ഇതിനാണ് ദുആ എന്ന് പറയുന്നത്. ചുമ്മാതെ കാണിക്കുന്ന ഷോയല്ല, നിലവിളിയല്ല, പ്രഹസനമല്ല. ദുആ എന്ന് പറഞ്ഞാൽ നീ വിശ്വസിക്കണം, നിന്റെ റബ്ബ് തരുമെന്ന്. എവിടെ കടന്ന് ചോദിച്ചാലും, എവിടെ കടന്ന് വിളിച്ചാലും എന്റെ റബ്ബ് തരുമെന്നുള്ള പ്രതീക്ഷ വേണം മോനെ. ഇതിനാ ദുആ എന്ന് പറയുന്നത്. വയദഊനനാ റഗബൻ വറഹബാ. അല്ലാഹു ഖുർആനിൽ പറഞ്ഞ ദുആയതാ. യൂനുസ് എന്ന് പറയുന്ന പ്രവാചകൻ
ആ മീനിന്റെ വയറിനകത്ത് കിടന്നിട്ട് അവിടെ നിന്ന് ദുആ ചെയ്തടോ. ഇതുപോലെ നീയൊക്കെ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ചെയ്തിട്ടുണ്ടോ? ഇങ്ങനെ ചെയ്താലാ അല്ലാഹു ഉത്തരം തരുന്നത്. ഇതുപോലെ ചോദിക്കുമ്പോഴാണ് മുസ്ലിം സമുദായമേ നമുക്ക് പിടിപെട്ടിരിക്കുന്ന ഏറ്റവും വലിയ നാശമെന്തെന്നറിയോ? നിരാശയാടോ, നിരാശയാടോ. നമുക്കെല്ലാവർക്കും നിരാശയാ. ചോദിച്ചു മടുത്തു പടച്ചവര്, ഇനി കിട്ടില്ല എന്ന് നമ്മൾ വല്ലാതെ നിരാശപ്പെടുകയാ. നിരാശ വൻപാപമാ. മഹത്തുക്കള് പറയുന്നത് നിരാശയെന്ന് പറഞ്ഞ വൻപാപമാണ്. നിനക്ക് പടച്ചവനെ സമ്പത്ത് തരാൻ എന്റെ അല്ലാഹുവിന് കഴിവില്ലേ? നിനക്ക് വീട് തരാൻ അല്ലാഹുവിന് കഴിവില്ലേ? നിന്റെ രോഗം മാറ്റാൻ അല്ലാഹുവിന് കഴിവില്ലേ? നിനക്ക് മക്കളെ തരാൻ അല്ലാഹുവിന് കഴിവില്ലേ? സഹോദരാ, കഴിവുണ്ടടോ. നിന്റെ റബ്ബിന് കഴിയാത്തതൊന്നുമില്ല. ചോദിക്കേണ്ടതുപോലെ ചോദിക്ക്. മക്കളില്ലാത്ത ഒരുപാട് പേരുണ്ടല്ലോ. ആ വീട്ടിലിരിക്കുമ്പോഴാണ് ഒരു സഹോദരൻ പറഞ്ഞു, ഉസ്താദേ കല്യാണം കഴിഞ്ഞു കൊല്ലങ്ങളായി, മക്കളില്ല ഉസ്താദ്. സഹോദരാ, നിരാശയാണോ? ഇന്ന് നമുക്ക് നിരാശയാണ്. ഭർത്താവ് പറയുന്നു ഭാര്യയുടെ കുഴപ്പമാണ്, ഭാര്യ പറയുന്നു ഭർത്താവിന്റെ കുഴപ്പമാണ്. പടച്ചവനെ അങ്ങോട്ടും ഇങ്ങോട്ടും പടിചാരുകയാണ്. അവസാനം പടച്ചവനെ 30 35 40 45 ഇനി പ്രസവിക്കില്ല എന്ന് നമ്മൾ തന്നെ തീരുമാനിച്ചു. ആരാ പറഞ്ഞത്? 40 വയസ്സുള്ളവൾ, 50 വയസ്സുള്ളവൾ, 60 വയസ്സുള്ളവൾ പ്രസവിക്കില്ല എന്ന് നിന്നോട് ആരാ പറഞ്ഞു തന്നത്? മക്കളില്ലാത്ത പെങ്ങള്. അല്ലാഹ് പറഞ്ഞത് ചോദിച്ചാ ഉത്തരം തരുന്നവനാണ് അല്ലാഹ്. അല്ലാഹ് ചെയ്ത വാഗ്ദാനമാണ്. എന്നോട് ചോദിച്ചാ ഉത്തരം തരുമെന്ന് അല്ലാഹു തന്നെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഉത്തരം കിട്ടാത്തതിന്റെ കാരണം നീ ചോദിക്കേണ്ടതുപോലെ ചോദിക്കുന്നില്ല. നീ ചോദിക്കേണ്ടതുപോലെ ചോദിക്കുന്നില്ല. നിനക്ക് ഞാനൊരു ദുആ പറഞ്ഞു തരട്ടെ. ഞാനൊരു ദുആ പറഞ്ഞു തരാം. അല്ലാഹുവേ പടച്ചവനെ, ബൈത്തുൽ മുഖദ്ദസ് എന്ന് പറയുന്ന ഫലസ്തീനിൽ സ്ഥിതി ചെയ്യുന്ന ബൈത്തുൽ മുഖദ്ദസ് ഉണ്ടല്ലോ, ആ ബൈത്തുൽ മുഖദ്ദസിന്റെ പള്ളിയുടെ മിഹ്റാബിനകത്ത് ഈസാ നബിയുടെ ഉമ്മയായ മറിയം ബീവി റളിയല്ലാഹു തആല അൻഹ ആ പള്ളിയുടെ മിഹ്റാബിനകത്താണ് വളരുന്നത്. കാരണം മറിയം ബീവിയുടെ ഉമ്മ ഹന്നത്ത് ബീവി അവിടുന്ന് ഗർഭിണിയായപ്പോ അവിടുന്ന് വിചാരിച്ചു ആൺകുട്ടിയാണെന്ന്. അവിടെന്ന് പറഞ്ഞു, അല്ലാ എന്റെ കുഞ്ഞിനെ ഞാൻ പള്ളിക്ക് കൊടുത്തേക്കാം തമ്പുരാന്. ആണാണെന്ന് പറഞ്ഞ് നേർച്ച ചെയ്തതാണ്. പക്ഷേ പ്രസവിച്ചപ്പോ പെൺകുട്ടിയാണ്. പക്ഷേ പറഞ്ഞ വാക്ക് പാലിച്ചു. മഹാനായ സക്കരിയ നബി അലൈഹിസ്സലാം, ആ സക്കരിയ നബിയാണ് മറിയമിനെ വളർത്തുന്നത്. ഒരു ദിവസം പള്ളിയുടെ മിഹ്റാബിനകത്തേക്ക് സക്കരിയ നബി കടന്നു ചെല്ലുമ്പോ 11 വയസ്സിന്റെ താഴെ പ്രായമുള്ള മറിയം എന്ന് പറയുന്ന പെൺകുട്ടി പഴം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. പള്ളിയുടെ മിഹ്റാബിനകത്തിരുന്ന് പഴം തിന്നുകയാണ്. റബ്ബേ, സാധാരണ പഴമല്ല തിന്നുന്നത്. ഫലസ്തീൻ എന്ന് പറയുന്ന രാജ്യത്ത് പോലും കിട്ടാത്ത പഴമാണ് പള്ളിയുടെ മിഹ്റാബിനകത്തിരുന്ന് തിന്നുന്നത്. സക്കരിയ നബി വാങ്ങിച്ചു കൊടുത്ത പഴമല്ല. അതുകൊണ്ട് സക്കരിയ നബി ചോദിക്കുന്നു, മറിയമേ ഇതെവിടെ നിന്നാ മോളെ? ഇതെവിടെ നിന്നാ മോളെ? ഖാലത്ത് ഹുവ മിൻ ഇൻദില്ലാഹ്, എനിക്കെന്റെ റബ്ബ് തന്നതാ, എനിക്കെന്റെ റബ്ബ് തന്നതാ. സീസൺ അല്ലാത്ത സമയത്ത് ഫലസ്തീൻ എന്ന് പറയുന്ന രാജ്യത്ത് പോലും കിട്ടാത്ത പഴമാണ് മറിയമിന് അല്ലാഹു കൊടുത്തിരിക്കുന്നത്. സക്കരിയ നബി ആരാണെന്നറിയോ? ആ പ്രവാചകനു മക്കളില്ല വാപ്പാ. ഒരുപാട് കൊല്ലമായി വൃദ്ധനായി 100 വയസ്സ് കഴിഞ്ഞ പ്രവാചകനാണ് സക്കരിയ നബി. കല്യാണം കഴിഞ്ഞിട്ട് കൊല്ലങ്ങളായി. ആ മക്കളില്ലാത്ത സക്കരിയ നബി അലൈഹിസ്സലാം അല്ലാഹുവോട് ദുആ ചെയ്യുകയാണ്. അവിടെ നിന്നുകൊണ്ട് പടച്ചവനോട് പറയുകയാ, ഖാല റബ്ബി ഇന്നി വഹനൽ അദ്മു മിന്നി വസഅല അർ-റഅസു ശൈബാ വലൻ അകും ബിദുആഇക റബ്ബി സഖിയാ. സക്കരിയ നബി അല്ലാഹുവോട് പറയുകയാ, പ്രായമായി തമ്പുരാന്, ഒരുപാട് പ്രയാസങ്ങളുണ്ട് തമ്പുരാന്, എന്റെ എല്ല്
എന്റെ എല്ലും മാംസവും പൊടിയുന്നു പടച്ചവര്. ഞാൻ വൃദ്ധനാണല്ല, ഞാൻ വൃദ്ധനാണല്ല. എനിക്ക് മക്കളില്ല തമ്പുരാന്. ഇത്രയും കാലമായിട്ട് എനിക്ക് മക്കളില്ല. എന്റെ ഭാര്യയ്ക്ക് പ്രായമായി തമ്പുരാന്. അവള് പ്രസവിക്കാത്തവളാണ് തമ്പുരാന്. എന്റെ ഭാര്യ പ്രസവിക്കാത്തവളല്ല. 90 വയസ്സ് കഴിഞ്ഞു ഭാര്യയ്ക്ക്. എന്റെ പ്രിയപ്പെട്ട പെങ്ങള്, ഒരു പെണ്ണ് 50 വയസ്സായ മെൻസസ് നിലയ്ക്കുമല്ലോ. മെൻസസ് നിലച്ച പെണ്ണിനെങ്ങനെ മക്കൾ ഉണ്ടാകാരാ? സക്കരിയാ നബിയുടെ ഭാര്യയ്ക്ക് 90 വയസ്സ് കഴിഞ്ഞു. സക്കരിയാ നബിക്ക് 100 വയസ്സ് കഴിഞ്ഞു. രണ്ടുപേരും വൃദ്ധരാണ്, രണ്ടുപേരും പ്രായമുള്ളവരാ. നിങ്ങൾ പറ, മക്കളുണ്ടാകുമോ? സാധ്യതയുണ്ടോ? സാധ്യതയുണ്ടോ? 1% പോലും സാധ്യതയില്ലടോ. എന്നാ സക്കരിയാ നബി പറയുകയാ, അല്ലാഹുവേ എനിക്കൊരു മോനെ വേണം തമ്പുരാന്. ചിന്തിക്കേണ്ടത് അവിടെയാണ്. സഹോദരാ, മക്കളെ വേണമെന്നല്ല പറയുന്നത്, എനിക്ക് മക്കളെ തരണേ എന്നല്ല പറയുന്നത്. അല്ലാഹുവേ എനിക്കൊരു മോനെ വേണമല്ലാ, എനിക്കൊരു മോനെ വേണമല്ല. കല്യാണം കഴിഞ്ഞപ്പോഴല്ല പറയുന്നത്, മക്കളെ തരണേ എന്നല്ല. എനിക്കൊരു മകനെ വേണം തമ്പുരാന്, എനിക്കൊരു പൊന്നുമോനെ വേണം തമ്പുരാന്. കൊടുത്തടോ അല്ല. ആ വയസ്സാം കാലത്ത് ദുആ ചെയ്തപ്പോ അമ്മ കൊടുത്ത മകനാണ് യഹ്യാ നബി അലൈഹിസ്സലാം. അല്ലയാ പേര് വെച്ചത്, അല്ലയാ പേര് വെച്ചത്. യഹ്യാ നബിയുടെ പേര് പറഞ്ഞു കൊടുത്തത് അല്ലാഹുവാണ്. വീട്ടിൽ ചെന്നിട്ട് ഭാര്യയോട് പറഞ്ഞു, പെണ്ണേ നീ പ്രസവിക്കാൻ പോവുകയാണ്. ഈ വൃദ്ധയായ ഞാനോ, ഈ കിളവിയായ ഞാനോ, പെണ്ണേ നീ ഒരു മകനെ പ്രസവിക്കും. അവന്റെ പേര് യഹ്യാ, അവന്റെ പേര് യഹ്യാ. ദുആ ചെയ്യണം സഹോദരാ. ഇതിനാണ് ദുആ എന്ന് പറയുന്നത്, ഇതിനാണ് ദുആ എന്ന് പറയുന്നത്. ദുആയ്ക്ക് വല്ലാത്ത പ്രാധാന്യമാണ്. അതുകൊണ്ടാണ് തങ്ങന്മാരെ കാണുമ്പോ, ഉസ്താദന്മാരെ കാണുമ്പോ ദുആ ചെയ്യാൻ പറയാറുണ്ടല്ലോ. എവിടെ നിന്നാണ് ഈ മാതൃക? മഹാനായ അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു തആല അൻഹു. അനസ് ഇബ്നു മാലിക് തങ്ങളുടെ ഉമ്മയുണ്ടല്ലോ, അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുമ്പിലേക്ക് തന്റെ പൊന്നാര മകന്റെ കൈ പിടിച്ചു കൊണ്ടുപോവുകയാണ്. അനസ് ഇബ്നു മാലിക് എന്ന് പറയുന്ന പൊന്നുമോന് നബി തങ്ങളുടെ ചാരത്ത് കൊണ്ടുപോയിട്ട് അവിടെന്ന് പറഞ്ഞു, യാ റസൂലല്ലാഹ്, എന്റെ പൊന്നുമോന് വേണ്ടി ദുആ ചെയ്യ് നബിയേ, എന്റെ പൊന്നുമോന് വേണ്ടി ദുആ ചെയ്യ് നബിയേ. അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു തആല അൻഹുവിന്റെ ഉമ്മ കൊണ്ട് നിർത്തിയിട്ട് പറയുകയാണ്, ഇവര് വല്ലാത്ത ഇഷ്ടമാ നബിയേ, നിങ്ങളെ വല്ലാത്ത ഇഷ്ടമാ, ഇവന് വേണ്ടി ഒന്ന് ദുആ ചെയ്യ് നബിയേ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെന്ന് ദുആ ചെയ്യുകയാണ്. 3 കാര്യങ്ങളാണ് ദുആ ചെയ്തത്. അല്ലാഹുവിന്റെ റസൂലിനോട് അവിടെന്ന് ദുആ ചെയ്തു, അല്ലാഹ് ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കണേ അല്ലാഹ്, സമ്പത്തിൽ ബർക്കത്ത് ചെയ്യണേ അല്ലാഹ്, സ്വർഗ്ഗം കൊടുക്കണേ അല്ലാഹ്. 3 കാര്യങ്ങളാണ് ദുആ ചെയ്തത്. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അനസ് ഇബ്നു മാലിക് എന്ന് പറയുന്ന സ്വഹാബിക്ക് 3 കാര്യങ്ങളാണ് ദുആ ചെയ്തത്. എന്റെ പ്രിയപ്പെട്ടവരെ, 1 ആയുസ്സിന് വേണ്ടി ദുആ ചെയ്തു, ആയുസ്സിന് വേണ്ടി ദുആ ചെയ്തു. നല്ല മക്കളെ കിട്ടാൻ ദുആ ചെയ്തു. അല്ലാഹു കൊടുത്ത പ്രതിഫലം അറിയുമോ? അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു തആല അൻഹു 103 വയസ്സ് വരെ ജീവിച്ചു, 103 വയസ്സ് വരെ ജീവിച്ചു. അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു തആല അൻഹു മക്കളും കൊച്ചുമക്കളുമായി 106 മക്കളുണ്ടായിരുന്നു. 3 കാര്യവാ ദുആ ചെയ്ത്, അല്ലാഹുവേ ആഫിയത്തുള്ള ദീർഘായുസ് സാലിഹായ നല്ല മക്കളെ കൊടുക്കണം. ആ സഹാബി 103 വയസ്സ് വരെ ജീവിച്ചു. അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു തആല അൻഹുവിന് മക്കളും കൊച്ചുമക്കളുമായിട്ട് 106 മക്കളുണ്ടായിരുന്നു.
എടോ, അള്ളാഹുവിന്റെ റസൂല് രണ്ടാമത് ദുആ ചെയ്ത് ബർക്കത്ത് ചെയ്യാൻ. ഈ സഹാബിക്ക് ഒരു ഈന്തപ്പന തോട്ടമുണ്ടായിരുന്നു. ചരിത്രം എടുത്ത് വായിച്ചു നോക്ക്. ഒരു ഈന്തപ്പന തോട്ടമുണ്ട്. എല്ലാവരുടെ ഈന്തപ്പന തോട്ടത്തിൽ നിന്നും വർഷത്തിൽ ഒരിക്കലേ വിളവ് കിട്ടൂ. എന്ന അനസ് ബിൻ മാലിക് എന്ന് പറയുന്ന സഹാബിയുടെ തോട്ടത്തിൽ നിന്ന് വർഷത്തിൽ 2 പ്രാവശ്യം വിളവ് കിട്ടുമായിരുന്നു. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ.